വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ വർഷം അവസാനത്തോടു കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. മാർക്കോ റൂബിയോയുമായിട്ട് ഉള്ള സംസാരത്തിനിടയിൽ അദ്ദേഹമാണ് ഇത് അറിയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനിടയിൽ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ച, ഈ സമാധാന ചർച്ച എന്നാണ് ഇപ്പോഴും ഇതിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിക്കുന്ന സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒരെണ്ണം നടന്നില്ലേ, വീണ്ടും വീണ്ടും എന്തോ ഈ സമാധാന ചർച്ച അവിടെ നടന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നല്ലോ, അപ്പോൾ നമ്മൾ തിരിച്ചടിച്ചല്ലോ, അപ്പൊ വീണ്ടും ഒരു സമാധാന ചർച്ച അതെവിടെ വെച്ച് നടത്താം? അപ്പൊ കാണാം ആഗോള ഭീകരവാദ സംഘടനകളുടെ എല്ലാം സമാധാന ചർച്ചയ്ക്ക് ക്ഷണിക്കുന്ന ഖത്തർ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ദോഹയിലോട്ട് അവരെ എല്ലാം വിളിച്ചിരുത്തി. ഖത്തറിന്റെ പ്രധാനപ്പെട്ട പണി അതാണല്ലോ, ഭീകരവാദികളെ വിളിക്കുക, വെളുപ്പിക്കുക, ചർച്ച നടത്തുക, എന്നിട്ട് ഇവർ തമ്മിൽ ഒരു സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഖത്തറിന്റെ പണി. ഖത്തർ അവിടെ വിളിച്ചപ്പോ ട്രംപ് പറഞ്ഞു, ഞാൻ ഇത് ഖത്തറിലേക്ക് നമ്മൾ ആളെ അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഖത്തറിലേക്ക് ആളെ അയക്കാൻ പോകുന്നത്, നിങ്ങൾ മാത്രം അത് പറഞ്ഞാൽ മതിയോ എന്ന് ഇറാൻ പറഞ്ഞു. അപ്പൊ അത് വലിയ വിഷയമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അതിനിടയിലാണ് ട്രംപ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന്റെ പെഷസ്കിയാനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ പെഷസ്കിയാൻ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ സംതിങ് ഫിഷി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇത് നരേന്ദ്രമോദി ട്രംപിനിട്ട് വെച്ച ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. കാരണം ട്രംപ് ഇങ്ങോട്ടേക്ക് വരുന്ന ആ സമയത്ത് നമ്മൾ ഇറാൻ ഒരു ക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ക്ഷണിച്ചിട്ടാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതേ ഇയാൾ വലിഞ്ഞു കയറി വരുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഈ കാര്യം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറാന്റെ പെഷസ്കിയാനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് പിന്നാലെ ഒരു വലിയ ആക്രമണം പാകിസ്ഥാൻ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനാണ് വീണ്ടും ഈ ഐസിസ് ഒളിത്താവളങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ. ഈ ഇറാനെ ക്ഷണിച്ചു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ മൊത്തത്തിൽ ആകെപ്പാടെ ഒരു ജഗപുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യക്ക് ഇതിനകത്തൊരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് ഞങ്ങളുടേത് ഇപ്പോഴും അവിടെ തന്നെയാണ്. ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളിലൂടെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണ്? വളരെ കറക്റ്റാണ്. അത് സത്യത്തില് ഇന്നലെ പെഷസ്കിയാനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു എന്ന് വാർത്ത കണ്ടപ്പോ ഒരു കാര്യം വളരെ വ്യക്തമായി, വ്യാപാര കരാർ ഈ വർഷം ഇല്ല. ഈ ട്രംപ് ഇപ്പൊ ചോദിച്ചല്ലോ, ട്രംപ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞത്. ട്രംപ് വരുന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നാണ്. അതായത് വ്യാപാര കരാറെല്ലാം ഓക്കെ ആയി, ഞാൻ അങ്ങോട്ട് വരുന്നു, എന്തിനാ ഇത് ഒപ്പിട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പം മാർക്കോ റൂബിയോ പറഞ്ഞു ഈ വർഷമില്ല, അടുത്ത വർഷം വരുന്നുണ്ടെന്ന്. ഒരു വർഷം കൂടി ഇന്ത്യ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, പണ്ട് അജിത് ഡോവൽ പറഞ്ഞു കണക്ക് അങ്ങേര് പോകുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ 2028 ആകുമ്പോൾ ട്രംപിന്റെ കാലാവധി തീരും. പിന്നെ നമുക്ക് വ്യാപാര കരാർ വേണോ വേണ്ടോ തീരുമാനിക്കാം. വേണമെങ്കിൽ ഒരു വർഷം കൂടെ കാത്തിരുന്നാൽ മതി. 2027 നമ്മൾ ഇതേപോലെ മുമ്പോട്ട് പോയാൽ 2028 ആകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കാലാവധി തീരും ട്രംപിന്റെ. അപ്പൊ ട്രംപിന്റെ ഈ കാലയളവിൽ ഇത് ഒപ്പുവെക്കുന്ന ലക്ഷണമില്ല. ഏതായാലും പെഷസ്കിയാനെ വിളിച്ച സ്ഥിതിക്ക് ഈ വർഷം എന്തായാലും ഒപ്പുവെക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതിനിടയ്ക്ക് G20 ഉച്ചകോടിയിൽ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് നരേന്ദ്രമോദി എന്നൊരു വാർത്തയും ഇതിനൊപ്പം വരുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് ആ ഒരു ഉച്ചകോടിക്ക് പോകുമ്പോൾ എന്തായാലും ഒപ്പുവെക്കത്തില്ല, അത് മറ്റൊരു കാര്യം. ഇതിനിടയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന, പ്രത്യേകിച്ച് സുഡാപ്പികളടക്കം ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അയത്തുള്ള ഖൊമേനി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 മുതൽ 9 വരെ ഇറാനിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്നൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പങ്കെടുക്കാനുള്ള യാതൊരു സാധ്യതയും അതിനകത്തില്ല. കാരണം ഇതിനു മുമ്പ് അവിടെ ചില ചടങ്ങുകൾ നടന്നിരുന്നു. പെഷസ്കിയാന്റെ സ്ഥാനാരോഹണം, ലോകത്താരും അത് മറക്കില്ല. അതിന് നമ്മുടെ നിതിൻ ഗഡ്കരിയാണ് ഇത് പങ്കെടുത്തത്. കാരണം അത് ലോകത്താരും മറക്കില്ല എന്ന് പറയാൻ കാരണം അത് നടന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു യഹിയ പടമായത്, മറ്റേ ഇസ്രായേൽ കയറി അടിച്ചിട്ട് പോയത്. അതായത് ഈ നിതിൻ ഗഡ്കരിയും ഈ ടീമുകളും എല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഫോട്ടോ പങ്കെടുത്തവരുടെയൊക്കെ ഉണ്ട്. അതിനകത്ത് യഹിയുടെ പടമുണ്ട്. അതിന്റെ പിറ്റേന്നാണ് പുള്ളിയെ പടമാക്കിയമാര്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജൂലൈ 4 മുതൽ ജൂലൈ 9 വരെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് 3 രാജ്യങ്ങളിൽ സന്ദർശനമുണ്ട്. അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് എസ് ജയശങ്കറും കൂടെയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായി തന്നെ പോകാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രതിനിധി സംഘം ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിലൊന്ന് ബീഹാറിന്റെ ഗവർണർ, പിന്നെ നമ്മുടെ ഒരു മന്ത്രി, നമ്മുടെ വിദേശകാര്യ മന്ത്രി, സഹമന്ത്രിയാണ് പോകുന്നത്. പിന്നെ ഒരു ഉന്നതതല സംഘം പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടുന്ന് പോകുന്നുണ്ട്. ഉന്നതതല സംഘം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഷിയ മതപണ്ഡിതന്മാരും ഉണ്ടാകും അതിനകത്ത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ. നമ്മുടെ ഇവിടെ മാർപ്പാപ്പയുടെ ഒക്കെ ഇത് നടന്നപ്പോഴത്തേനും ഫ്യൂണറൽ പരിപാടികൾ നടന്നപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോയതാണ്. അതൊരു MP-മാരുടെ സംഘം തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തുനിന്ന് പോയിരുന്നു. അപ്പം അതുപോലെ ഒരു ഗ്യാങ് അതിനകത്ത് ഉണ്ടാവും. അപ്പം അത് നടക്കുന്നു. അതിനിടയിൽ ആണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ പെഷസ്കിയാനും തമ്മിൽ ഫോൺ സംഭാഷണം നടക്കുന്നു. അതിനുശേഷം
ആണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് ഒഫീഷ്യലായിട്ടാണ്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ബ്രിക്സിന്റെ ഉച്ചകോടി നടക്കുന്നുണ്ട് ഈ വർഷം ഇന്ത്യയിൽ. അപ്പൊ സ്വാഭാവികമായി തന്നെ ബ്രിക്സിന്റെ അധ്യക്ഷൻ ഇന്ത്യയാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ വിളിക്കണം. ഇതാ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായ കാര്യങ്ങളെ കൃത്യമായ സമയത്ത് അവതരിപ്പിക്കാൻ നരേന്ദ്രമോദി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ട്രംപ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഒഫീഷ്യലാണ്, അതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വെറുതെ പോയി വിളിക്കുകയല്ല, വന്നിട്ടൊന്ന് വിരുന്നിട്ടിട്ട് പോകുന്നു പറഞ്ഞ് വിളിക്കുന്നതല്ലല്ലോ, ബ്രിക്സിന്റെ പരിപാടിക്ക് വിളിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധാനന്തരം ഇറാനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ കമ്പനികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വന്ന ചബാർ തുറമുഖം മാത്രമല്ല, അവിടുത്തെ ഊർജ പ്രതിരോധ രംഗങ്ങളിൽ ഇന്ത്യക്ക് വലിയ സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ വലിയ രീതിയിൽ അവിടെ പണം മുടക്കാൻ, അത് ഇറാനും പറയുന്നുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വേണം ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് എടുക്കാനായിട്ട്. വലിയൊരു സ്കോപ്പ് ഇന്ത്യക്ക് അവിടെ കിടക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഇന്നലെ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാധാനപരമായിട്ട് നമുക്ക് പോകണം, ചർച്ചകൾ തുടരണമെന്നാണ്. ഇതെല്ലാം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല, അതിനുശേഷം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങി. ആ വാർത്താക്കുറിപ്പിൽ അവർ സ്ഥിരീകരിച്ച് പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട് പെഷസ്കിയാനെ. ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി, അതിനകത്ത് അവർ എടുത്തു പറയുന്ന കാര്യമാണ്, വ്യക്തി സമാധാനത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു, ശ്ലാഘിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. അവിടെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്, വ്യക്തി എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി, രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല അതിൽ ഇടപെടുന്ന. നരേന്ദ്രമോദി വ്യക്തിപരമായിട്ട് ഈ സമാധാനം ഉണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അദ്ദേഹം വലിയ പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്രമായ പാതകൾ തുറക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നത്. നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഇറാനിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം ഇന്ത്യക്ക് ഒരുപാട് പദ്ധതികൾ അവിടെയുണ്ട്. അതായത് ഈ ഊർജ്ജ രംഗത്ത് മാത്രമല്ല, ഈ പറയുന്ന പ്രതിരോധ രംഗത്ത് പോലും ഇന്ത്യ ഒരുപാട്, കാരണം നമ്മുടെ വളവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള വലിയ സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഈ ചബാർ തുറമുഖം പോലത്തെ ഉള്ളത് റെയിൽ, നമ്മുടെ റഷ്യയിൽ നിന്ന് വരുന്ന ഒരു കോറിഡോറുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ, നമ്മുടേതായിട്ട് തന്നെ ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതായത് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ ജിയോ പൊളിറ്റിക്സ് മാറുന്നു. ആ നമ്മുടെ രാജ്യത്തു നിന്നല്ല, നമ്മുടെ ഏരിയയിൽ, പശ്ചിമേഷ്യ, സെൻട്രൽ ഏഷ്യ, ഏതാണ്ട് സൗത്ത് ഏഷ്യയിലേക്ക് നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്സ് മാറി മറിയുന്നു. അവിടത്തേക്ക് അപ്രതീക്ഷിതമായി എൻട്രി നടത്തിക്കൊണ്ട് ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു, ഞങ്ങൾ ഇവിടെയുണ്ട്, ഇവിടെ തന്നെ കാണുകയും ചെയ്യും, ഞങ്ങളുടെ റോൾ ഇതാണ്, ഞങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി പവറും ഇതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ട്രംപ് ഇത് പറയുന്നു, അതിന് തൊട്ടു പിന്നാലെ പെഷസ്കിയാനെ ക്ഷണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒഫീഷ്യലാണ്. പക്ഷെ അതിനൊരു ഒരു എന്താ പറയുക, ഒരു രസകരമായ ഒരു സാധനമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇതെന്തായാലും ഈ ഒരു ചെക്ക് വെക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പം നരേന്ദ്രമോദി G20 പങ്കെടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ അഭ്യാസമാണ് ട്രംപ് കാണിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു ചേട്ടാ.